ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കുള്ള വേഗത്തിലുള്ള ഒരു എത്തിനോട്ടമാണിത്. ഗംഭീര പ്രകടനങ്ങൾ ഒക്കെയുണ്ടെങ്കിലും പ്രേക്ഷകനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഈ ചിത്രം ശരിക്കും നമ്മൾ സമയം ചെലവാക്കി കാണേണ്ടതുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി പറയാനുള്ളത്, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിലെ താരങ്ങളുടെ പ്രകടനങ്ങൾ തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, സജിൻ ഗോപു എന്നിവരുടെയൊക്കെ അഭിനയം ശരിക്കും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണിത്. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഇത്രയും മികച്ച താരങ്ങളുടെ അഭിനയം മാത്രം വെച്ച് ഒരു സിനിമയ്ക്ക് വിജയിക്കാൻ സാധിക്കുമോ? രണ്ടാമത്തെ കാര്യം, ഈ ചിത്രത്തിന്റെ തീരെ ദിശാബോധമില്ലാത്ത അവതരണമാണ്. അതായത് ഇതൊരു ഏത് തരം സിനിമയാണെന്നോ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള യാതൊരു വ്യക്തതയുമില്ല. കുറച്ച് രാഷ്ട്രീയമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചിലയിടത്ത് ഭയങ്കര സീരിയസ് ആയും മറ്റു ചിലയിടത്ത് സറ്റയറായി മാറുന്നത് നമ്മളെ ശരിക്കും കൺഫ്യൂസ് ചെയ്യിക്കും. ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുമായി കണക്ട് ചെയ്യാൻ പ്രേക്ഷകർക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വേണം പറയാൻ. അവസാനമായി പറയാനുള്ളത് സിനിമയിലെ ആ ഒരു വൈകാരികമായ അകലത്തെക്കുറിച്ചാണ്. 2 മണിക്കൂറിലധികം കണ്ടിട്ടും ഈ കഥാപാത്രങ്ങളോട് നമുക്കൊരു അടുപ്പവും തോന്നുന്നില്ല എന്നതാണ് സത്യം. നമ്മളെ ചിരിപ്പിക്കാനോ കരയിപ്പിക്കാനോ കഴിയാത്തതുകൊണ്ട് ഇതിനെ ഒരു പക്ക എൻ്റർടൈനർ എന്ന് വിളിക്കാനും കഴിയില്ല. തികച്ചും 2 എക്സ്ട്രീമുകളിൽ നിൽക്കുന്നതുകൊണ്ട് ചിലർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒന്നായി ഇത് മാറുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നല്ല ഒന്നാന്തരം അഭിനയം മാത്രം സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം ചില പ്രേക്ഷകർക്ക് മാത്രം ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു പരീക്ഷണ ചിത്രം മാത്രമാണിത്. സാധാരണ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്.